ഗുഡ് മോർണിംഗ് അല്ല, ഇപ്പൊ ഗുഡ് ആഫ്റ്റർനൂൺ ആയിട്ടുണ്ട്. ദേ ഇന്ന് എൻ്റെ കയ്യിലിരിക്കുന്ന സംഭവങ്ങളൊക്കെ കണ്ടില്ലേ? കിച്ചണിൽ ഫുൾ സാധനങ്ങളാണ്. വേറെ ഒന്നല്ല, നമ്മൾ ഇന്ന് മീൽ പ്രിപ്പ് ചെയ്യാൻ പോവാണ്. അപ്പം ഞാൻ നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ മീൽ പ്രിപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കാണിക്കാമെന്നുള്ളത്. സോ വെജിറ്റബിൾസ് ഒക്കെ നമ്മൾ ഇന്നലെ തന്നെ വാങ്ങി കൊണ്ടുവന്നു. മീൽ പ്രിപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു 3 to 4 ഡേയ്സിനുള്ള സംഭവങ്ങളാണ്. പ്രിപ്പറേഷൻ 1 മണിക്കൂർ മുന്നേ തുടങ്ങിയതാണ് സത്യം പറഞ്ഞാട്ടോ. പ്രിപ്പറേഷൻ എനിക്ക് തോന്നുന്നു 1.5 മണിക്കൂർ വേണ്ടി വരും ഇത്രയും വിഭവങ്ങൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പം ഞാൻ നാളികേരൊക്കെ ചിരകി വെച്ചു. ഉള്ളിയും വെളുത്തുള്ളി, ഇഞ്ചി ഇതൊക്കെ റെഡിയാക്കുമ്പോഴേക്കും മിത്തുക്കുട്ടീനെ കൊണ്ടേക്കേണ്ടി വന്നു. നമുക്ക് പിന്നെ അറിയാലോ, നമുക്കൊരു കാര്യം മാത്രമായിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോഴേക്കും മിത്തുവിൻ്റെ ക്ലാസ്, അപ്പം മിത്തുവിൻ്റെ ക്ലാസ്സിന് കൊണ്ടാക്കിയിട്ട് ഇതാ തിരിച്ചു വന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇത് പകുതി ആകുമ്പോഴേക്കും പിന്നെ മിത്തുവിൻ്റെ ക്ലാസ് കഴിഞ്ഞിട്ട് എടുക്കാൻ പോകേണ്ടി വരും. അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരിക്കും. എന്നാലും വേണ്ടില്ല, എങ്ങനെയാവും ഏകദേശം എന്നൊന്നും ഐഡിയ. അപ്പം എനിക്കിങ്ങനെ കുക്കിംഗ് ചെയ്യുന്നേക്കാളും കൂടുതൽ ടൈം വേണ്ടത് ഇങ്ങനെ പ്രിപ്പറേഷനാണ് കേട്ടോ. അപ്പം ഞാൻ ഇന്ന് രാവിലെ തന്നെ ഇഡ്ലിക്ക് അരച്ചു. 2 പാത്രം, ഇങ്ങനത്തെ 2 പാത്രത്തിലായിട്ടാണ് അരച്ചു വെച്ചിട്ടുള്ളത്. 2 ദിവസം എന്നുള്ള രീതിയിലേക്ക്. പിന്നെ ഇത് വെള്ളപ്പത്തിന് അരച്ചു വെക്കാനുള്ളതാണ്. പക്ഷെ വെള്ളപ്പം ഞാൻ ഇന്ന് തന്നെ അരയ്ക്കുന്നില്ല. കാരണം വെള്ളപ്പം ഒരു 2-3 ദിവസമാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് രാത്രി വെള്ളത്തിലിട്ടിട്ട് നാളെ രാവിലെ എണീറ്റ് ഉടനെ വെള്ളപ്പം അരച്ചു വെക്കാം. അപ്പം നാളത്തെ പണി എന്ന് പറയുന്നത് വെറും വെള്ളപ്പരക്കൽ മാത്രമായിരിക്കും. പിന്നെ ചിക്കനും ഫിഷും ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ചിക്കൻ നന്നായി കഴുകി, അത് കുറച്ച് സമയമായി ഉച്ചയ്ക്ക് വന്നപ്പോൾ, ഒരു 11 മണിക്ക് വന്നത്. അപ്പം നന്നായി കഴുകി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു. കാരണം എപ്പോഴാണ് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ അതുവരെ പുറത്ത് വെച്ചാൽ കേടുവരില്ലേ. അപ്പം അതുകൊണ്ട് ഫിഷ് ഞാൻ ഓൾറെഡി മാരിനേറ്റ് ചെയ്തിട്ട്, ഫിഷും ചിക്കനും കൂടിയിട്ടാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഫിഷ് ഞാൻ ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് നമ്മുടെ മുളക് പൊടിയും ഉപ്പും അതൊക്കെ ഇട്ടിട്ട് ഞാൻ ഫ്രീസറിലാണ് വെക്കുന്നത്. 24 hours എടുക്കാനുള്ളതാണെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി മസാല പരട്ടിയിട്ട്. അതല്ല അതിൽ കൂടുതലാണെങ്കിൽ ഫ്രീസറിൽ വെക്കുകയായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ. അതൊരു 1 hour മുന്നേ നമുക്ക് എടുത്തിട്ട് പുറത്തേക്ക് വെച്ചാൽ മതി നമ്മൾ ഉണ്ടാക്കുന്നതിന്. അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന അന്ന് രാവിലെ എടുത്തിട്ട് അത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഒന്ന് പുറത്തേക്ക് എടുത്ത് വെക്കാം. അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇതാണ് എൻ്റെ പ്ലാനർ. ആക്ച്വലി ഇതിൻ്റെ ജേർണൽ ബുക്കാണ് കേട്ടോ. ഇതൊരു അടിപൊളി ജേർണൽ ബുക്കാണ്. ഇത് ഞാൻ ജാനുവരിയിൽ വാങ്ങിയതാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ കൊടുക്കാം. ഇതിൽ ഈ ഒരു ജേർണലിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് മന്ത്ലി ഉള്ള എക്സ്പെൻസ് എല്ലാം, ഇതിപ്പോൾ അവൈലബിൾ ആണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് 6 മാസം കഴിഞ്ഞു. ആണെങ്കിൽ അടുത്ത 6 മാസത്തേക്ക് നമുക്ക് വിഷൻ ബോർഡ് ഉണ്ട്, നമ്മുടെ മാനിഫെസ്റ്റ് ചെയ്യാം, ഡെയിലി നടക്കുന്ന കാര്യങ്ങൾ എഴുതാം. പിന്നെ മീൽ പ്ലാനറാണ് എനിക്കിതിൽ ഏറ്റവും ഇഷ്ടമായത്. പിന്നെ മന്ത്ലി ഇൻകം, എത്ര ചിലവായി, എല്ലാ മാസവും എന്താ എക്സ്പെൻസ് എന്നൊക്കെ ഡെയിലി എഴുതി വെക്കാൻ ഇതിൽ തന്നെ ഇങ്ങനെ ഇതുണ്ട്. പിന്നെ മീൽ പ്ലാനർ, എല്ലാ ആഴ്ചയ്ക്കും മീൽ പ്രിപ്പയർ ചെയ്യാനുള്ള പ്ലാൻ. അങ്ങനെ ഒരു മാസത്തിൽ 4-5 മീൽ പ്ലാനേഴ്സ് ഉണ്ട്. അപ്പം അതിലാണ് ഞാനിപ്പോൾ മീൽ പ്രിപ്പിൻ്റെ സംഭവം എഴുതി വെച്ചിരിക്കുന്നത്. എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് വളരെ മോശമായതുകൊണ്ട് എനിക്ക് തന്നെ വായിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല. അപ്പോൾ എൻ്റെ ഫസ്റ്റ് മീൽ പ്രിപ്പാണ് കേട്ടോ. ഞാനിത് തുടങ്ങാൻ കുറേ കാലമായി വിചാരിക്കുന്നു. ഒരുപാട് യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും എനിക്കിത് കേട് വരുമോ എന്നുള്ള ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട് ആതിരയാണ് കേട്ടോ പറഞ്ഞത്. അവൾക്ക് ഈ പറഞ്ഞ പോലെ ജോലിയും PhDയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവൾക്ക് മടുത്തപ്പോൾ അവൾ ഈ മീൽ പ്രിപ്പ് തുടങ്ങിയത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഹ്യൂമിഡ് ക്ലൈമറ്റ്, ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്കത് പറ്റുമോ കേട് വരുമോ എന്നൊക്കെ നോക്കി അവൾ അത് ട്രൈ ചെയ്ത് സക്സസ് ആയി. അവൾ പറഞ്ഞു, മോളെ നീ ഒറ്റ പ്രാവശ്യം ഉണ്ടാക്കി നോക്ക്, പിന്നെ നീ ഇതൊന്നും പിന്മാറില്ല എന്ന്. കാരണം അത്രയും ടൈമാണ് നമുക്ക് കിട്ടുക എന്നുള്ളത്. അപ്പം പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല. കാരണം നമുക്ക് ടൈം ആവശ്യമാണല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലെ നമുക്ക് സ്വന്തമായിട്ട് വായിക്കാനോ, അല്ലെങ്കിൽ ഇപ്പോൾ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ഓഫ് കോഴ്സ് അവർക്ക് ഒരുപാട് ടൈം വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ അവരുടേതായ ടൈം കിട്ടാൻ ആഴ്ചയിൽ ഒരു ദിവസം കഷ്ടപ്പെട്ടാൽ മതി. ബാക്കി അതല്ലാത്തവർക്ക് പോലും നമുക്ക് നമ്മുടേതായ കുറച്ച് സമയമൊക്കെ ആവശ്യമുണ്ടല്ലോ. അപ്പോൾ അതിന് മീൽ പ്രിപ്പ് അടിപൊളിയാണ്. ഇത് ശ്രദ്ധിക്കേണ്ട എനിക്ക് തോന്നിയിട്ടുള്ളത്, എപ്പോഴും കറണ്ട് പോവുക, അതായത് ഒരു ദിവസം ഫുള്ളൊക്കെ കറണ്ട് പോവുകയാണെങ്കിലൊക്കെ കേടുവരും കേട്ടോ. അത് ഉറപ്പായിട്ടും കേടുവരും. പക്ഷെ അതല്ലാതെ ഒരു 2-3 മണിക്കൂറൊക്കെ ഒരു ദിവസത്തിൽ കറണ്ട് പോകുള്ളൂ വെച്ചാൽ അത്രയൊന്നും കേടുവരില്ല. നമ്മൾ ഫ്രീസറിലൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ ഇത് നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നേഴ്സും കാര്യങ്ങളൊക്കെ വേണം ഇത് പ്രോപ്പറായിട്ട് ഇങ്ങനെ സീൽ ചെയ്ത് വെക്കാൻ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും ഞാൻ യൂസ് ചെയ്യുന്നതൊക്കെ ടാഗ് ചെയ്യാം കേട്ടോ. സാധനങ്ങൾ നമ്മൾ എന്തൊക്കെയാണ്, നമ്മൾ ഇരിക്കുന്ന പ്രോഡക്റ്റുകളിലൊക്കെയാണ് ഞാൻ കറക്റ്റ് വെക്കുക. ഏതെങ്കിലും നമ്മൾ അടച്ചു വെക്കുന്ന നോർമൽ പാത്രത്തിൽ വെക്കരുത്, എയർ ടൈറ്റ് കണ്ടെയ്നറിൽ തന്നെ വെക്കണം. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ആദ്യം തന്നെ ഞാനൊരു മെനു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തൊക്കെയാണ് ഒരാഴ്ച വേണ്ടത്, നമുക്കൊരു ഐഡിയ ഉണ്ടാവുള്ളൂ ഉച്ചയ്ക്കും രാത്രിക്കും ഒക്കെ. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ ഉണ്ടാക്കിയ എന്താ വെച്ചാൽ ഒരു കറി തന്നെ 3 പാത്രത്തേക്കാക്കിയാൽ 3 ദിവസത്തേക്കായി അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു 2-3 കറി ഉണ്ടാക്കിയാൽ ഒരാഴ്ചയ്ക്ക് സെറ്റ്. അപ്പോൾ അതാണ് ഞാനിവിടെ ചെയ്യുന്നത്. ഇത് ചിക്കൻ കറി, ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് റെസിപ്പീസ്, കാരണം ഇതൊക്കെ ഈസി ആയിട്ടുള്ള സംഭവങ്ങളാണ്. ചിക്കൻ കറി ആയാലും സാമ്പാറായാലും ഒക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയി കാണിക്കാത്തത് കേട്ടോ. എന്നാലും ഇത് ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു ചിക്കൻ കറി റെസിപ്പിയാണ്. ഇത് ഞാൻ വേണമെങ്കിൽ ഷോർട്സിൽ ഇടാം കേട്ടോ. ഷോർട്സ് ആയിട്ട് ഞാൻ റെസിപ്പീസ് ഇടാം.
അപ്പോൾ കുറച്ചും കൂടി ഈസി. പിന്നെ എനിക്ക് ഏറ്റവും ഈസി ചെയ്ത് ഈ പ്രീതി സോഡി അങ്ങനെ എപ്പോഴും പറയണത് അതുള്ളതുകൊണ്ടാണ് എനിക്ക് കുറച്ചും കൂടെ. കാരണം ഈ ചിക്കൻ ചിക്കനല്ല, ഈ ഉള്ളി എല്ലാത്തിക്കുള്ള ഉള്ളി ഞാൻ സ്ലൈസ് ചെയ്തതും ചോപ്പ് ചെയ്തതും അതിലാണ്. അതേപോലെ തന്നെ ക്യാരറ്റ് ഉപ്പേരിക്കും ബീട്രൂട്ട് ഉപ്പേരിക്കും ഒക്കെ ഞാൻ ചോപ്പ് ചെയ്തത് അതിലാണ്. അല്ലെങ്കിൽ നമുക്കിത് ഫുള്ള് ഗ്രേറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ നല്ല പണിയല്ലേ. അപ്പോൾ അതൊക്കെ എനിക്ക് നല്ല സുഖമായിട്ടുണ്ട് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. ഞാൻ സാമ്പാറിനുള്ള സാധനങ്ങൾ ഇതിലാണ് ഏറ്റവും കൂടുതൽ പച്ചക്കറി എനിക്ക് ചിലവായതെന്ന് തോന്നുന്നുണ്ട് ഈ സാമ്പാർ ഉണ്ടാക്കാനായിട്ട്. പിന്നെ സാമ്പാർ ഉണ്ടാക്കി എന്താ പറയുക, 2-3 ദിവസത്തേക്ക് അങ്ങോട്ട് നീട്ടി വെക്കാം. അപ്പോൾ അത് വേറെ വേറെ പാത്രത്തേക്ക് അങ്ങോട്ട് ആക്കി വെച്ചാൽ അടിപൊളി. ഒരു പച്ചക്കറി കടയിലേക്ക് നോക്കുന്ന പോലെയല്ലേ. ചിക്കൻ കറി റെഡിയായി, 3 വിസിൽ പരിപാടി കഴിഞ്ഞു. കടലക്കറിയും റെഡിയായി. ഇതൊക്കെ ഞാൻ ഒരുപാട് പ്രാവശ്യം കാണിച്ചിട്ടുണ്ട്, എന്തായാലും ഷോർട്സ് വെക്കാം. ഇത് നന്നായിട്ട് ചൂടാറാൻ ഫാനിൻ്റെ ചോട്ടിൽ വെക്കാനായിട്ട്, കാരണം നന്നായി ചൂടാറിയതിന് ശേഷം മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ചിക്കൻ കറിയും കടലക്കറിയും റെഡിയായി. സാമ്പാർ ഇപ്പോൾ ദാ ഞാൻ മുരിങ്ങക്കായ വേറെ സെപ്പറേറ്റ് വേവിക്കുന്നുണ്ട്. വെണ്ടയ്ക്ക എവിടെ പോയി ദൈവമേ, വെണ്ടയ്ക്ക, അയ്യോ എൻ്റെ വെണ്ടയ്ക്കയും എല്ലാം കൂടെ ആകുമ്പോഴേ ആകെ ഒരു കൺഫ്യൂഷൻ. വെണ്ടയ്ക്കും ഉള്ളിയും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റും. വറുത്തരച്ച സാമ്പാറല്ല ഇന്ന് നമ്മുടെ മറ്റേ സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. നോർമലി നമ്മൾ വറുത്തരച്ച സാമ്പാറാണ് ഉണ്ടാക്കാറ്, പക്ഷെ ആകെ എല്ലാം കൂടെ തേങ്ങ അരയ്ക്കേണ്ട വിചാരിച്ചാൽ മാത്രമല്ല കുറേ കഷ്ണം വേണമല്ലോ 2 ദിവസത്തേക്ക് എന്ന് പറയുമ്പോൾ. 2 ദിവസം അല്ലെങ്കിൽ 2 നേരമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നെങ്കിൽ രാവിലെ ഇഡ്ഡലി സാമ്പാർ, പിന്നെ അതേ സമയം തന്നെ ഉച്ചയ്ക്ക് ചോറ് സാമ്പാർ. അപ്പോൾ ഇത്രയും കഷ്ണങ്ങൾ, എല്ലാ കഷ്ണവും വെട്ടി നോക്കിയിട്ടുണ്ട്. നമ്മുടെ ഏരിയയിലേക്ക് ആക്ച്വലി ഇങ്ങനെ എല്ലാ കഷ്ണവും ഇട്ടിട്ടല്ല സാമ്പാർ വയ്ക്കാൻ ഞാൻ എപ്പോഴും പറയാറുണ്ട്. നമ്മുടെ ഏരിയയ്ക്ക് ഒന്നെങ്കിൽ വെണ്ടയ്ക്കും ഇത് മാത്രം വഴറ്റിയിട്ട് ഞാൻ വെണ്ടയ്ക്കൊന്ന് വഴറ്റട്ടെ കേട്ടോ, അല്ലെങ്കിൽ അതിങ്ങനെ വഴാന്നുണ്ടാവും. അപ്പോൾ എപ്പോഴും വെണ്ടയ്ക്കും ഉള്ളി ഞാൻ വഴറ്റും. അപ്പം നമ്മുടെ അവിടെ എപ്പോഴും വെക്കുക ഒന്നെങ്കിൽ വെണ്ടയ്ക്ക് മാത്രം, അല്ലെങ്കിൽ വെണ്ടയ്ക്ക് മുരിങ്ങാക്കായ, അല്ലെങ്കിൽ മുരിങ്ങാക്കായ മാത്രം വറുത്തരയ്ക്കും. പക്ഷെ അങ്ങനെ ആകുമ്പോൾ കുറേ വെക്കാൻ പറ്റില്ല. അതിൽ ഈ സാമ്പാർ നല്ല ടേസ്റ്റാണ്, എനിക്കിഷ്ടമാണ്, ഇഡ്ലിക്കൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പം ഞാൻ വെണ്ടയ്ക്കൊന്ന് വഴറ്റാം. കുക്കറിൽ ഒരു 2 വിസിൽ പരിപാടി കഴിഞ്ഞ്. സാമ്പാർ ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഇനിയുള്ളത് മോരുകറിയാണ്. മോരുകറി പിന്നെ തോരൻ 2 കൂടെ ഉണ്ട്. തോരൻ എനിക്ക് ഈസിയാണ്, 3 പേർക്ക് എത്ര വേണം. ഒരു ദിവസത്തേക്ക് തോരൻ വെക്കുള്ളൂ, കാരണം 2 തോരൻ വെക്കാം. അപ്പോൾ ഓരോ ദിവസമായിട്ട് എടുക്കാം. പിന്നെ ഉള്ളത് പിന്നെന്താ മോരുകറി, അത് ഈസിയാണ്. കുമ്പളങ്ങ ജസ്റ്റ് തേങ്ങയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടല്ലോ. പിന്നെ ഒരു അരമണിക്കൂറിൻ്റെ കൂടെ പരിപാടിയുള്ളൂ. പക്ഷേ ഇതിൻ്റെ ഇടയിൽ മിത്തുകുട്ടി വിളിക്കും, അപ്പോൾ മിത്തുനെ എടുക്കാൻ പോകണം. അങ്ങനെ എനിക്ക് ആക്ച്വലി ഞാൻ പറയുകയാണെങ്കിൽ ശരിക്കും നിങ്ങൾക്ക് ഒരു 3 മണിക്കൂറിലെല്ലാം തീരും കേട്ടോ, ഇൻക്ലൂഡിങ് ചിക്കൻ, ഫിഷ്, മോരുകറി, സാമ്പാർ, ക്യാരറ്റ് ഉപ്പേരി, അങ്ങനെ കുറേ സാധനങ്ങൾ അടക്കം. ഞാൻ ഫുള്ളായിട്ട് ലാസ്റ്റ് പറഞ്ഞുതരാം, കാണിച്ചിട്ട് പറയുന്നില്ല. എനിക്ക് ഷൂട്ടിംഗ് കാരണം നല്ല ടൈം എടുക്കുന്നുണ്ട്. കാരണം ആദ്യം ഇവിടെ നിന്ന് കൊണ്ടേക്കും, പിന്നെ അവിടെ നിന്ന് കൊണ്ടേക്കും, പിന്നെ ഇത് കൊണ്ടേക്കും, പിന്നെ ഒരു ഭാഗം കാണിക്കാൻ ഈ ഭാഗം മുഴുവൻ ക്ലിയർ ചെയ്യണം. ഷൂട്ടിംഗ് അങ്ങനെയല്ലേ, നമ്മൾ റെസിപ്പിയും കൂടെ കാണിക്കുമ്പോൾ നല്ല ടൈം എടുക്കുന്നുണ്ട് എനിക്ക്. പക്ഷെ അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എന്നിട്ട് കുറച്ച് നേരം എനിക്ക് ഇതായിട്ട് ഞാൻ ഫോൺ മാറ്റി വെച്ചു. എന്നിട്ട് ചെയ്തപ്പോൾ ഹാഫ് ആൻ അവറിൽ വേഗം ചടവടയെന്ന് പറഞ്ഞ പരിപാടികൾ കഴിഞ്ഞു. അപ്പോൾ അത് ശരിയാണ്, ഷൂട്ടിങ്ങിന് ടൈം എടുക്കും, അല്ലെങ്കിൽ വേഗം കഴിയും കേട്ടോ. അപ്പോൾ പരിപ്പും ബാക്കി കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വേവിച്ചു. അതിനുശേഷം വെണ്ടയ്ക്കയും മുരിങ്ങക്കായ ഇട്ടിട്ടാണ് സാമ്പാർ ഉണ്ടാക്കിയത്. പിന്നെ ക്യാരറ്റ് ഞാൻ പറഞ്ഞില്ല ഓൾറെഡി ചോപ്പ് ചെയ്തു. പിന്നെ ജസ്റ്റ് ക്യാരറ്റ് ഉപ്പേരി, ബീട്രൂട്ട് ഉപ്പേരി, കുമ്പളങ്ങ കൊണ്ട് മോരുകറി. ഇത് ഭയങ്കര ഈസിയാണ്. മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വേവിക്കുക, അതിലേക്ക് തേങ്ങയിൽ പച്ചമുളകും ജീരകവും ഇട്ടിട്ട് അരയ്ക്കുക. പിന്നെ അത്ര തന്നെയല്ലേ ഉള്ളത് സാമ്പാർ. കണ്ടോ നല്ല അടിപൊളിയായിട്ട് നമ്മൾ സാമ്പാറിൻ്റെ മസാലയും ഇതുമാണ് കേട്ടോ. ലാസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ ഇതിട്ടു. പിന്നെ മല്ലിയിലയും പുളി സാമ്പാർ പുളിയൊക്കെ ഇട്ടിട്ട് നമ്മൾ കുറച്ചധികം ക്വാണ്ടിറ്റി, ഒരു 3 ദിവസത്തേക്ക് വരെ നമുക്ക് സുഖസുന്ദരമായിട്ട് ഇരിക്കും. അങ്ങനെ പിന്നെ നമ്മുടെ ബീട്രൂട്ട് ഉപ്പേരിയും ഇവിടെ റെഡി. ഇതൊക്കെ കുറച്ചല്ലേ വേണ്ടി, ഇതന്നെ ശരിക്കും വേണമെങ്കിൽ 2 ദിവസം വരെ നമുക്ക് ഇരിക്കും കേട്ടോ. അപ്പോൾ അത്ര ഈസിയാണ്. ക്യാരറ്റും ബീട്രൂട്ടും. പിന്നെ മോരുകറിയിൽ ജസ്റ്റ് ഒന്ന് താളിച്ചിടുക, അത്രയേ ഉള്ളൂ. മോരുകറി ആകുമ്പോൾ പിന്നെ പുളിക്കാത്ത മോരാണെങ്കിൽ പോലും 3-4 ദിവസം വരെ ഇരിക്കാം. അപ്പോൾ ഫൈനലി ഇതേ ഒരു 6-7 മണിക്കൂറിന് ശേഷം, ഞാൻ 6-7 മണിക്കൂർ എടുത്ത് നോക്കണ്ട, ഞാൻ ഷൂട്ടിങ് ചെയ്യണ കാരണം എനിക്ക് നല്ല ടൈം പോയിട്ടുണ്ട്. നോർമലി ഞാൻ പറഞ്ഞ ഒരു 3 മണിക്കൂറിൽ തീരേണ്ടതാണ്. അപ്പോൾ ഇത്രയാണ് ഞാൻ ഉണ്ടാക്കിയത്. ഇതിൽ ഞാൻ ചോറ് ഉണ്ടാക്കിയിട്ടില്ല, വെള്ളപ്പത്തിന് അരച്ചിട്ടില്ല, പിന്നെ ഒരു ദിവസത്തേക്കുള്ള ചപ്പാത്തി ഉണ്ടാക്കി വെക്കാൻ പറ്റില്ല. പക്ഷെ എന്നാലും വളരെ എളുപ്പമാണ്. നാളെ രാവിലെ എണീറ്റുള്ള വെള്ളപ്പത്തിന് അരയ്ക്കും. ചോറ് പറ്റുച്ചെന്ന് വെക്കും, അല്ലെങ്കിൽ നാളെ രാവിലെ, അത് വലിയ കുഴപ്പമില്ല, 3 ദിവസത്തേക്ക് വെക്കാം. അപ്പോഴും നമുക്ക് കറികൾക്കാണ് സമയം പോവുക, അതൊന്നും വേണ്ട. ജസ്റ്റ് ആ ഒരു ചപ്പാത്തി ഉണ്ടാക്കുന്ന പരിപാടിയുള്ളൂ. ഇത് ഞാൻ ഉണ്ടാക്കിയത് എന്തൊക്കെയൊന്ന് കാണിച്ചു തരാം കേട്ടോ. ചിക്കൻ കറി. ഈ ചിക്കൻ കറിയിൽ മല്ലിയിലയും അതുപോലെ തേങ്ങാപ്പാലും ഒഴിക്കാണ്ട്. പക്ഷെ അത് എടുക്കുന്ന അന്ന് ഏത് ദിവസമാണോ എടുക്കുന്നത് അപ്പോൾ ഫ്രഷ് ആയിട്ട് ഒഴിക്കുകയാണ് നല്ലത്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് കറി മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അങ്ങനെ സാമ്പാർ, മോരുകറി, കടലക്കറി, ക്യാരറ്റ് തോരൻ, പനീർ ഒരു റോസ്റ്റ് പോലെ, ബീട്രൂട്ട് തോരൻ.
അപ്പോൾ ചിക്കൻ കറി ഞാനിനി 2 പാത്രത്തേക്കാക്കും. ഒരു ദിവസം ഒരു നേരം എടുക്കാനുള്ളത് ഒരു പാത്രത്തേക്കും വേറെ നേരം എടുക്കാനുള്ളത് വേറെ പാത്രത്തേക്കാക്കും. സാമ്പാറും ഇതുപോലെ 2 or 3 പാത്രത്തേക്കാക്കും. കടലക്കറിയും 2 പാത്രത്തേക്കാക്കും. മോര് കറി 2 പാത്രം. കാരണം ഇതൊക്കെ 2 ദിവസം 2 നേരം അങ്ങനെ ആയിട്ടുള്ളതാണ്. മോര് കറിക്ക് ശരിക്കും ഒരാഴ്ചക്ക് വരെ നമുക്ക് വെക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് ഫുള്ള് ചൂടാറി, ഇതും ചൂടാറി, ഇതൊന്നും അധികം ചൂടാറിയിട്ടില്ല. ഇത് ഫുള്ള് ചൂടാറിയിട്ട് മാത്രമാണ് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാൻ പാടുള്ളൂ. പിന്നെ ഓരോരോ കണ്ടെയ്നേഴ്സ് ഞാൻ പറഞ്ഞ പോലെ ആ കണ്ടെയ്നർ പിന്നെ പുറത്തേക്ക് എടുത്താൽ പിന്നെ തിരിച്ച് ഫ്രിഡ്ജിലേക്ക് വെക്കാനോ മറ്റേതിൻ്റെ കൂടെ മിക്സ് ചെയ്യാനോ ഒന്നും പാടില്ല. അപ്പം അങ്ങനെയൊക്കെ ശ്രദ്ധിച്ച് നോക്കിയിട്ട് പിന്നെ ഇത് ഇങ്ങനത്തെ ആവാൻ കാരണം വീക്കെൻഡ് ആയതുകൊണ്ടാണ്. കാരണം നമ്മൾ മൺഡേ ടു ഫ്രൈഡേ ഞാൻ എപ്പോഴും പറയാറില്ലേ, മൺഡേ ടു തേഴ്സ്ഡേ ഇവിടെ അങ്ങനെ എന്താ പറയുക ചപ്പാത്തിയാണ് കഴിക്കുക. ഓഫീസിലേക്കും സ്കൂളിലേക്കൊന്നും ചോറും കൊണ്ടുപോയില്ല. അപ്പോൾ ഉച്ചയ്ക്കും ചപ്പാത്തി, രാത്രി എന്തെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളാവും. അപ്പോൾ ഇവിടെ നല്ലപോലെ ഭക്ഷണം കഴിക്കുക വീക്കെൻഡ്സിലാണ്, പ്രോപ്പർ നാടൻ ഫുഡ്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ വിഭവസമൃദ്ധമായ ഭക്ഷണം ഉണ്ടാക്കേണ്ടി വരുന്നത്. നോർമലായിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഓഫീസിലേക്ക് പോകണ ഒരു ദിവസം എന്തെങ്കിലുമൊക്കെ ഒരു ചോറും കറിയും അങ്ങനെ എന്തെങ്കിലുമൊക്കെ മതിച്ച് ഇത്രയും വേണ്ട, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നേരം ബ്രെഡാണെന്നോ അങ്ങനെ ഓട്സ് കഴിക്കുന്നവരാണെങ്കിലൊന്നും ഇത്രയും കറികൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. പക്ഷേ എന്നാലും കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ എന്തായാലും നമുക്ക് അങ്ങനെ എപ്പോഴും സ്മൂത്തി ഓട്സ് ഒന്നും അവർക്ക് കൊടുക്കാൻ പറ്റില്ല. അവർക്ക് പ്രോപ്പറായിട്ടുള്ള ഫുഡ് തന്നെ വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഉണ്ടാക്കിയേ പറ്റും. യെസ്, അപ്പോൾ എന്തായാലും ഞാൻ ഭയങ്കര ഹാപ്പി, നല്ല അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് ഇന്നൊരു ഇത്തിരി നേരം മെനക്കെട്ടാൽ ഇനിയിപ്പോൾ ഒരു അരമണിക്കൂർ കിച്ചൺ വൃത്തിയാക്കാനും കൂടെ വേണം. സാറില്ല ഇന്നത്തെ ദിവസം ഒരു ദിവസം നിങ്ങൾ എന്തായാലും അതിനുവേണ്ടി ഒരു ഹാഫ് ഡേ കളയന്നെ വേണ്ടി വരും. പക്ഷേ എന്നാലും ബാക്കിയുള്ള 6 ദിവസം നിങ്ങൾക്ക് സുഖമായിട്ടിരിക്കാമല്ലോ, അല്ലെങ്കിൽ ഒരു 4 ദിവസം ഇങ്ങനെ സുഖമായിട്ടിരിക്കാമല്ലോ. അതാണ് ഇതിൻ്റെ ഒരു പരിപാടി. അപ്പം ഇനി ഞാൻ പറ്റിച്ച് ഓരോ ദിവസം കഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റിന് വ്യത്യാസം ഉണ്ടോ എന്നും കൂടെ ഇട്ടിട്ട് ഞാൻ വീഡിയോ ഇടാമെന്നാണ് വിചാരിക്കുന്നത്. ഇല്ല എന്നാണ് എൻ്റെ ഫ്രണ്ട് പറഞ്ഞത്. എല്ലാവരും തന്നെയല്ലേ പറയണത്, നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് ചൂടാറിയിട്ട് വേണം നമുക്കൊന്ന് പാക്ക് ചെയ്യാൻ കേട്ടോ. അപ്പോൾ എല്ലാം എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഈ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്തിടുന്നത് ഈ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ച് ഒരാഴ്ചയ്ക്ക് ശേഷമാണ്. അതുകൊണ്ട് ഞാൻ ഗ്യാരണ്ടി പറയുന്നു, ഒരൊറ്റെണ്ണം പോലും കേട് വന്നിട്ടില്ല എന്ന് മാത്രമല്ല, ഒരു 5-6 ഡേയ്സിന് ഇത്രയും സമയം കിട്ടുക എന്നുള്ളതും പിന്നെ കറക്റ്റ് നേരത്തെ നല്ല ഫുഡ് കിട്ടുക എന്നുള്ളതും അടിപൊളിയാണ്. ഞാൻ എന്തായാലും ഓരോ റെസിപ്പീസായിട്ട് ഷോർട്സ് ആയിട്ട് ഇടാം കേട്ടോ. ഏതൊക്കെ റെസിപ്പിയാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ മതി. തൽക്കാലം ഇത്രയേ ഉള്ളൂ. ബൈ.